Hi all. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് it's about bolted bracket connections. The last session we had discussed about cleat angle connections and all. So this time we will go on with bolted bracket connections. So before starting the topic, I'll show you what is a bracket. So you can check this figures. Uh, there will be an extra member connected with the main member with the help of bolts. So they are usually called bolted brackets. Usually they can be welded or bolted with the main member. You can see this part. Okay, there will be a main member and there will be an extra member from the main member which will be connected with the help of bolting or welding. So this time we are concentrating on bolted bracket connection. Okay, we will deal with the welded bracket connection later. And they are used whenever center of gravity of connection is not equal to center of gravity of load. അതായത് ഇപ്പൊ നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ചെക്ക് ചെയ്താൽ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് load will be acting at an eccentricity from the center of gravity of the connection. നിങ്ങൾക്ക് ഇവിടെ കണക്ഷൻസ് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് മാറിയായിരിക്കും ലോഡ് ആക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ്സ് an extra member connected with the main member. The load will be acting on this bracket plate and the connection will be at a particular distance from the line of action of P. So the center of gravity of connection will not be equal to the center of gravity of load. Okay. And based on the connection plane, it is of two type 1 and type 2. നമ്മൾ ആദ്യം ഡീൽ ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് ടൈപ്പ് 1. ബ്രാക്കറ്റ് കണക്ഷൻ തന്നെ രണ്ട് തരമുണ്ട്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. നമ്മൾ ആദ്യം ഡീൽ ചെയ്യാൻ പോകുന്നത് ടൈപ്പ് 1 ആണ്. ഓക്കെ, ടൈപ്പ് 1ന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ചോദിച്ചു. ടൈപ്പ് 1ല് മെയിൻ ആയിട്ട് ഷിയറും ടോർഷനും ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ടൈപ്പ് 2ല് ഡയറക്റ്റ് ഷിയറും ടെൻഷനും ആയിരിക്കും പ്രിവാലന്റ് ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് 1ലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ടൈപ്പ് 1ല് ഈ ഫിഗറിൽ ചെക്ക് ചെയ്യുക. കണക്ഷൻസിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയായിരിക്കും ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഈ ലോഡ് അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ക്യാൻ ബി ട്രാൻസ്ഫർ ടു ദ സെന്റർ ഓഫ് ട്രാൻസ്ഫർ ടു അനദർ പോയിന്റ് ബൈ കൺവേർട്ടിങ് ഇറ്റ് ഇൻറ്റു ലോഡ് ആൻഡ് കറസ്പോണ്ടിങ് മൊമെന്റ്. ഒരു മൊമെന്റും ഒരു ലോഡുമായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. സോ അതാണ് ഇവിടെ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ലോഡിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അതേ ലോഡും ഉണ്ടാവും ആൻഡ് ദെൻ ദർ വിൽ ബി മൊമെന്റ് പി ഇൻറ്റു ഇ. അതല്ലേ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ലോഡ്, ആ ലോഡ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ്. അപ്പോൾ ഷിയർ ഫോഴ്സ്, ഇപ്പോൾ ടോട്ടൽ ഷിയർ ഫോഴ്സ് ഇൻ ദ ബോൾട്ട് ഡ്യൂ ടു ലോഡ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വി ഹാവ് എ ഫോർമുല F1 is equal to P by N. N എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ബോൾസ് ആണ്. P എന്ന് പറഞ്ഞ ടോട്ടൽ ലോഡ് ആക്ട് ചെയ്ത ടോട്ടൽ ലോഡിനെ ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് among or it will be distributed among different bolts. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ബോൾസ് എത്രയാണോ അതനുസരിച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ടോട്ടൽ ലോഡിനെ. സോ ദാറ്റ് വിൽ ബി ദ ഷിയർ ഫോഴ്സ് ഇൻ എ സിംഗിൾ ബോൾട്ട്. ഒരു ബോൾട്ടിലുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മൊത്തം ഫോഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബോൾസ് ആണ്. ഓൾസോ ഫോഴ്സ് ഇൻ എനി ബോൾട്ട് ഡ്യൂ ടു ടോർക്ക്. ടോർക്ക് എന്ന് പറഞ്ഞാൽ എക്സെൻട്രിസിറ്റി കാരണമുള്ള ഇഫക്റ്റ് ആണ് ടോർക്ക്. ലോഡ് ആക്ട് ചെയ്യുന്നത് അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ്. സോ എപ്പോഴും ആ ഡിസ്റ്റൻസുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ടോർക്ക്. ഡിസ്റ്റൻസ് കൂടുന്തോറും ടോർക്കിന്റെ പ്രസൻസ് കൂടാൻ സാധ്യതയുണ്ട്. സോ എഫ് ടു ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ. F2 നമ്മൾ ടോർക്കുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. F1 ഷിയറുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. F2 എന്ന് പറയുന്ന കമ്പോണന്റ്, ഓക്കെ, F2 എന്ന് പറയുന്ന കമ്പോണന്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ. ഓക്കെ, സോ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് F is equal to KR. അപ്പൊ ടോർക്ക് ഇൻ എനി ബോൾട്ട് ഇസ് ഈക്വൽ ടു F2 ഇൻറ്റു ആർ. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇവിടെ ഇത്രയും പോയിന്റ്സ് ഉണ്ടല്ലോ, ഇത്രയും കണക്ഷൻസ് ഉണ്ടല്ലോ. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെയാണ്, അതിലൂടെയാണ് പി ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ടോർക്ക് എന്ന് പറഞ്ഞാൽ F2 ഇൻറ്റു ആർ ആണ്. ഓക്കെ, ആ ഡിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്, വേർ ആർ ഇസ് ദ റേഡിയൽ ഡിസ്റ്റൻസ്. സോ ടോർക്ക് എന്ന് പറഞ്ഞാൽ F2 ഇൻറ്റു ആർ ആണ്. F2 is already we have a value KR. KR എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്, മൾട്ടിപ്ലൈഡ് ബൈ ആർ. ഓക്കെ, ഇവിടെ നോക്കുക, F2 is already we have found out as KR മൾട്ടിപ്ലൈഡ് ബൈ ആർ എന്ന് പറയുന്നത് KR സ്ക്വയർ ആണ്. ഓക്കെ, ടോട്ടൽ അത് ഒരു ബോൾട്ടിന്റെ കേസ് ആണ്. ഓക്കെ, ടോട്ടൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു സിഗ്മ KR സ്ക്വയർ.
k കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ k ഇൻറ്റു സിഗ്മ ആർ സ്ക്വയർ. കെയുടെ വാല്യൂ F2 by R ആണ്, തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു. സോ F2 by R ഇൻറ്റു സിഗ്മ ആർ സ്ക്വയർ. അപ്പോൾ since this is in equilibrium, the external torque will be equal to the total resisting torque. എത്രയാണോ പുറത്തു നിന്ന് വരുന്ന ടോർക്ക്, that will be resisted by the resisting torque. അപ്പൊ M is equal to, ഇവിടെ resisting torque ആണ് ഈ പറഞ്ഞ F2, ഈ ഒരു നമ്മൾ കണ്ടുപിടിച്ച resisting torque. So M is equal to F2 by R into sigma R square. അപ്പോൾ PE എന്ന് പറഞ്ഞാൽ ദാറ്റ് ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ്, അതാണ് എക്സ്ട്രാ പുറത്തുനിന്ന് വരുന്നത് ആ ലോഡാണ്. ആ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ F2 by R സിഗ്മ ഇൻറ്റു സിഗ്മ ആർ സ്ക്വയർ. അപ്പൊ F2ന്റെ വാല്യൂ PER by sigma R square. That is a formula that we will use for calculating components in numerical problems. Okay, where Rn is the radial distance of critical bolt from the centroid. സെൻട്രോയിഡിൽ നിന്ന് ഉള്ള ആ ഒരു ബോൾട്ടിന്റെ ദൂരത്തെയാണ് നമ്മൾ Rn എന്ന് പറയുന്ന ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, there are different കണക്ഷൻ ബോൾട്ട്സ് ഉണ്ട്. ഓരോ ബോൾട്ടിലും F1ഉം ആക്ട് ചെയ്യുന്നുണ്ട്, F2ഉം ആക്ട് ചെയ്യുന്നുണ്ട്. അത് റെസിസ്റ്റൻസ് ആണ് കേട്ടോ, അതിന്റെ പുറത്തുനിന്ന് വരുന്ന ലോഡിനെതിരെയുള്ള റെസിസ്റ്റൻസ് ആണ്. ദ റിസൾട്ടന്റ് വിൽ ബി R is equal to sigma F1 square plus F2 square plus 2F1 F2 cos theta. അത് ഏത് ലോഡാണെങ്കിലും റിസൾട്ടന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട്, കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ്. അപ്പോൾ എപ്പോഴും റിസൾട്ടന്റ് മാക്സിമം വരണമെങ്കിൽ the cos theta value should be 1, റൈറ്റ്? അപ്പോൾ cos theta 1 വരണമെങ്കിൽ theta should be 0. അപ്പോൾ നമുക്ക് ഇപ്പോൾ മിനിമം വാല്യൂ ഓഫ് theta is equal to 0, we get maximum value of R. അതായത് ഇത് തമ്മിലുള്ള F1ഉം F2ഉം തമ്മിലുള്ള ആംഗിള് ചെറുതാവും തോറും, 0 ആവും തോറും റിസൾട്ടന്റ് കൂടുതലായിരിക്കും. ഓക്കെ, റിസൾട്ടന്റ് കപ്പാസിറ്റി വിൽ ബി മാക്സിമം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മളൊരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാൻ പോവാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: design a bolted bracket connection to transfer an end reaction of 300 kilonewton with an eccentricity of 170 mm due to factored load as shown in figure. The steel used is of grade Fe410. Use 20 mm diameter bolt of grade 4.6. Thickness of bracket plate is 10 mm and the column section is ISHB 200 at 365.91 Newton per meter. സോ ക്വസ്റ്റ്യനിൽ കുറച്ച് ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഗിവൺ ഡേറ്റ Fu410 ആണ്, FUB 400, അത് 4.6 ഗ്രേഡ് എന്ന് ബോൾട്ടിന്റെ പറഞ്ഞിട്ടുണ്ട്. സോ FUB will be 400 and FYB yieldന്റെ 400 into 0.6. Gamma MB will be 1.25 as per code. ISHB 200 ആണ് യൂസ് ചെയ്യുന്നത്. From steel table we get the thickness and other dimensions of the section. So we got TF as thickness of flanges 9 mm and ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, there is a load acting at a distance of 170 mm and the value of the load is 300 kilonewton. Okay, സോ ഇവിടെ നമ്മൾ കൂടെ ഒരു ഫിഗർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. എങ്ങനെയാണ് ഈ ബ്രാക്കറ്റ് കണക്ഷൻ, നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ എന്ന് ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. ദർ ഇസ് എ ലോഡ് 300 kilonewton ആക്ടിങ് 170 mm ഫ്രം ദ സെൻട്രോയിഡൽ പോർഷൻ ഓഫ് ദ കണക്ഷൻ. കണക്ഷൻസ് ഇവിടെ ആയിരിക്കും വരുന്നത്. സോ ഇറ്റ് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് 170 mm. സോ ഇതിന് വേണ്ടിയിട്ട് പ്രോബ്ലം ഡിസൈനിലേക്ക് കടക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വാല്യൂസ്, നമ്മൾ ഇതിന് മുമ്പ് പ്രോബ്ലത്തിൽ ചെയ്തിട്ടുള്ള അതേ വാല്യൂസ് തന്നെയാണ്. ആസ് പെർ ക്ലോസ് 10.2.4.2 നമുക്ക് എഡ്ജ് ഡിസ്റ്റൻസിന്റെ വാല്യൂവും പിച്ചിന്റെ വാല്യൂവും നമുക്ക് കണ്ടുപിടിക്കാം. സോ എഡ്ജ് ഡിസ്റ്റൻസിന്റെ വാല്യൂ ഷുഡ് നോ എഡ്ജ് ആസ് പെർ ക്ലോസ് 10.2.4.2 of IS 800.
E or edge distance should not be less than 1.5 d naught. ഓക്കെ, അപ്പോൾ അങ്ങനെ മിനിമം വാല്യൂ ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 1.5 ഡി നോട്ട് എങ്കിലും കൊടുക്കണം. ഡി നോട്ട് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ, നമ്മൾ കൊടുക്കുന്ന ബോൾട്ടിന്റെ ഡയമീറ്റർ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. സോ എപ്പോഴും ഒരു എക്സ്ട്രാ ഡിസ്റ്റൻസ് കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡിയിൽ നിന്ന് ഡി നോട്ടിലേക്ക് വരുന്നത്. ഓക്കെ, സോ നമുക്ക് എഡ്ജ് ഡിസ്റ്റൻസിന്റെ വാല്യൂ ഫ്രം ദാറ്റ് വി ഗെറ്റ് 33 mm. 1.5 ഡി നോട്ട് എന്ന് പറഞ്ഞാൽ 33 mm ആണ്. അപ്പോൾ സിൻസ് it should not be less than 33, we consider a slightly bigger value, 35 mm. Coming to pitch again, P should not be less than 2.5 d. So we got the value as 50 mm. It should not be less than. So we can give a slightly higher value. 60 mm ആയിട്ടാണ് പിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ എ ആൻഡ് ബി എന്നൊരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ കോഡിൽ പറയുന്നുണ്ട്. എ ആൻഡ് ബി എന്ന് പറയുന്നത് ആസ് പെർ ക്ലോസ് 10.3.3, A and B is the net shear area of the bolt at threads, may be taken as the area corresponding to the root diameter at the thread. അത് നമ്മൾ എടുക്കുന്നത് മൊത്തം ഏരിയയുടെ ഒരു 0.78 ടൈംസ് 0.78 ഇൻറ്റു π/4d² ആണ്. π/4d² ആണ് 20 mm ഡയമീറ്റർ വരുമ്പോൾ π/4d² ആണ് ക്രോസ് സെക്ഷണൽ ഏരിയ. അതിൻ്റെ ഒരു 0.78 ടൈംസ് ആണ് നമ്മൾ എ ആൻഡ് ബി ആയിട്ട് എടുക്കുന്നത്. We got the value of A and B. Again, now we have to find the strength of the bolt. അത് ഷിയറിലും കണ്ടുപിടിക്കണം, ബെയറിംഗിലും കണ്ടുപിടിക്കണം. ഷിയറിൽ കണ്ടുപിടിക്കാൻ വേണ്ടി we use the clause 10.3.3. അത് വെച്ചിട്ട് ഡയറക്റ്റ് നമുക്ക് വാല്യൂസ് ഫോർമുല നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. 10.3.3 VDSB is equal to VNSB by gamma MB. ഈ VNSB എങ്ങനെ കണ്ടുപിടിക്കണം? FU by root 3 NN ANB plus NS ASB എന്നുള്ളൊരു ഫോർമുല വെച്ചിട്ട് we can find the value of VDSB. ഓക്കെ, സോ വാല്യൂസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഡയറക്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിൽ നിന്ന് എന്ത് ചെയ്യാണ്? VDSBയുടെ വാല്യൂ 45.272 എന്ന് കിട്ടുന്നു. അതിനുശേഷം സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് ഇൻ ബെയറിംഗ് കണ്ടുപിടിക്കുന്നു. എഗെയിൻ അതിന് കണ്ടുപിടിക്കാൻ 10.3.4 ആണുള്ളത്. 10.3.4 bearing capacity of the bolt, direct formula. So we use that formula to find the bearing strength of bolt. VDPB is equal to VNPB by gamma MB. So KB എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ VNPB കണ്ടുപിടിക്കണമെങ്കിൽ we have formula 2.5 KB DT FU. ഇതിന്റെ KB എന്ന് പറയുന്ന വാല്യൂ as I mentioned in the previous problem, KB എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇതിനകത്ത് ഈ വാല്യൂസിലെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എഡ്ജ് ഡിസ്റ്റൻസും പിച്ചും ഒക്കെ കണ്ടുപിടിച്ചത് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ. Okay, by substituting those values, we get values of KB. We get multiple values of KB, and among that we select the least value. Okay. So we got the least value as 0.530, and using that value, we find the value of VDPB. VDPB എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, and that is 78.228 kilonewton. അപ്പോൾ സ്ട്രെങ്ത് എപ്പോഴും ഈ VDSBയിലും VDPBയിലും ഉള്ള ചെറിയ വാല്യൂ ആണ് നമ്മൾ എപ്പോഴും സ്ട്രെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മിനിമം ഓഫ് ദ ടു വാല്യൂസ് അത് 45.272 ആണ്. സോ നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നു. ഇനി നമ്മളിവിടെ അസ്യൂം ചെയ്യാണ് there are two rows of bolt. അതായത് മൊത്തം ഒറ്റ സിംഗിൾ വരിയായിട്ടല്ല നമ്മൾ ബോൾട്ട് ഇടാൻ പോകുന്നത്, മറിച്ച് 2 വരിയായിട്ടാണ് ബോൾട്ട് ഇടാൻ പോകുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഓക്കെ, അപ്പൊ മൊമെന്റ് ആക്ട് ചെയ്യുന്നത്, മൊമെന്റ് പുറത്തു നിന്നുള്ള ലോഡ് കാരണമുള്ള മൊമെന്റ് ആക്ട് ചെയ്യുന്നത് M is equal to that load into distance between the point we consider and the line of action of load. ലോഡിൽ നിന്ന് എത്ര ദൂരെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന
പോർഷൻ എന്നുള്ള അതനുസരിച്ചിട്ടാണ് എത്ര മൊമെന്റ് ആക്ട് ചെയ്യുന്നു, ഏത് പോയിന്റിനെ ബേസ് ചെയ്താണെന്ന് അനുസരിച്ചിട്ടാണ്. സോ പി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഇ ആക്ട് ചെയ്യുകയാണെങ്കിൽ മൊമെന്റ് വിൽ ബി പി ഇൻറ്റു ഇ. 300 ഇൻറ്റു 170 ഇൻറ്റു 10⁻3. ഈ 10⁻3 വരാനുള്ള കാരണം കിലോ ന്യൂട്ടണിലാണ് 300. സോ വി ആർ കൺവേർട്ടിങ് ഇറ്റ് ടു ന്യൂട്ടൺ. അപ്പോൾ അതിനു വേണ്ടി ഇൻറ്റു 10⁻3. സോ വി ഗെറ്റ് 51 ഇൻറ്റു 10⁻6 ന്യൂട്ടൺ mm. ഇതിനെ വീണ്ടും കിലോ ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് 51 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കൊരു നമ്പർ ഓഫ് ബോൾട്ട്സ് ഇൻ ഈച്ച് റോ കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു യൂസ് ദിസ് ഫോർമുല. ഇതൊരു എംപെരിക്കൽ ഫോർമുലയാണ്. യു ഹാവ് ടു ബൈ ഹാർട്ട് ദിസ് വാല്യൂ, ദിസ് ഫോർമുല. n is equal to root of 6m by n dash pr. ഇതിനകത്ത് p എന്ന് പറയുന്നത് പിച്ച് ആണ്, m എന്ന് പറഞ്ഞാൽ ലോഡ് പറഞ്ഞ മൊമെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമ്പർ ഓഫ് പോൾസ് കണ്ടുപിടിക്കുന്നു. ഇന്നത്തെ വാല്യൂസ് എല്ലാം നമുക്ക് ഉള്ളതാണ്. 6m അറിയാം. n ഡാഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അസ്യൂമിങ് 2 rows of bolt. n dash എന്ന് പറയുന്ന റിസൾട്ടന്റ് ആണ്, റിസൾട്ടന്റ് ഓഫ് ഫോഴ്സസ്. ഫോഴ്സസ് ബോൾട്ടിൽ ആക്ട് ചെയ്യുന്ന വാല്യൂ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാണ്. സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് എന്ന് പറഞ്ഞിട്ട് r നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തു, 7.5 വന്നു. അപ്പോൾ നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ നമ്മൾ എടുക്കുന്നു 8. ഓക്കെ, അപ്പോൾ സോ ഓരോ റോയിലും 8 ബോൾട്ട് ഉണ്ടെന്നാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത്, നമുക്കറിയണം എന്തായാലും നമുക്ക് ബോൾട്ടിന്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് നമുക്ക് മനസ്സിലായി. സ്ട്രെങ്ത് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ഇനി നമുക്ക് അറിയാനുള്ളത് 8 ബോൾട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 8 ബോൾട്ട് നമുക്കുണ്ടെങ്കിൽ ആ 8 ബോൾട്ടിന്റെയും അതിനകത്ത് ഏതെങ്കിലും ഒരു ബോൾട്ട് ആയിരിക്കും ക്രിട്ടിക്കൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ബോൾട്ടിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ അളവ്, എത്രത്തോളം ഫോഴ്സ് അതിലേക്ക് ആക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കണം. ആ ഫോഴ്സ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ അതിന്റെ സ്ട്രെങ്ത്. അപ്പൊ എവിടെയെങ്കിലും ഒരു ബോൾട്ടിൽ ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനേക്കാൾ കുറവാണ് അതിന്റെ സ്ട്രെങ്ത് എങ്കിൽ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഇറ്റ് വിൽ ഫെയിൽ. അപ്പോൾ എപ്പോഴും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ദ സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട്. അപ്പോൾ അത് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ടൈപ്പ് 1 ആയതുകൊണ്ട് നമ്മളിവിടെ ഷിയറും ടോർഷനും കൺസിഡർ ചെയ്യണം. അപ്പോൾ നോക്കുക, ഷിയറിന്റെ ഡയറക്റ്റ് ഷിയർ ഫോഴ്സ് എടുക്കാനായിട്ട് F1 is equal to P by N. P എന്ന് പറയുന്നത് 300 ആണ്, പുറത്തുനിന്ന് ആക്ട് ചെയ്യുന്ന ലോഡ്. N എന്ന് പറഞ്ഞാൽ 16 ആണ്. ഈ 16 വന്നത് there are 2 rows. ഓരോ റോസിലും 8 ബോൾട്ട് വീതം ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് 300 by 16 18.75 ആണ് വാല്യൂ കിട്ടിയത്. അതേപോലെ ടോർക്ക് കാരണമുള്ള ഫോഴ്സ് F2 is equal to PERN by sigma r square. ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കണം Rn വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ സിഗ്മ ആർ സ്ക്വയറിന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനു മുമ്പ് ശ്രദ്ധിക്കണം, ഇത് അതിന്റെ ഒരു ഓവറോൾ പിക്ചർ. ഓരോ റോയിലും 8 ബോൾസ് വീതം ഉണ്ട്. അങ്ങനെ 2 റോ ഉണ്ട്. ഓരോ ബോൾസിനും ഇടയ്ക്ക് 60 ആണ് അതിന്റെ ഡിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ നോക്കുക Rn എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, Rn എന്ന് പറഞ്ഞ വാല്യൂ ഡിസ്റ്റൻസ് ആണ്. സോ അത് കിട്ടാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ പൈത്തഗോറസ് തിയറം വൈസ് 30 hypotenuse square is equal to base square plus altitude square. 30 square plus 60 plus 60 plus 60 plus 30. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡിന്റെ സ്പ്ലിറ്റ് അപ്പ് ആണ് 30 plus 60 plus 60 plus 60 the whole square plus ബേസിന്റെ ഡിസ്റ്റൻസ് 30 ആണ്. അപ്പൊ അത് 30 സ്ക്വയർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ Rnന്റെ വാല്യൂ വിൽ ബി 212. ഓക്കെ, ഇതേപോലെ ഇപ്പോൾ ഫസ്റ്റ് വൺ Rn ഏറ്റവും അറ്റത്തേത്, അതേപോലെ R2 R3 R4 അത് നിങ്ങൾ നോക്കുക. R1ന്റെ കേസാണ് നമ്മൾ ഈ 212 കിട്ടിയത്. ഇനിയും R2 വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? R2 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? R2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതേപോലെ R2യിലേക്ക് ഇതുപോലെ ഒരു വര വരച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ബേസ് എത്രയാണ്, ഓൾട്ടിറ്റ്യൂഡ് എത്രയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു 60 ആദ്യത്തെ Rn കണ്ടുപിടിച്ച Rn എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആണ്. സോ
അവസാനം ആ ഒരു 60 മാത്രം ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള ലെങ്ത് അതായിരിക്കും അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ബേസ് എന്ന് പറയുന്നത് 30 ആണ്. സോ അതാണ് ഇവിടെ R2 സ്ക്വയർ കണ്ടുപിടിച്ചത്. R3 സ്ക്വയർ അതേപോലെ R4 സ്ക്വയർ അതേപോലെ നമ്മൾ കണ്ടുപിടിച്ചു. R4 വരുമ്പോഴത്തേക്ക് ഈ പോയിന്റിൽ നിന്ന് R4 വരെയുള്ള ദൂരമാണ്. അത് നമുക്ക് ബേസ് 30യും ഓൾട്ടിറ്റ്യൂഡ് 30യും ആണ് വരുന്നത്. അപ്പോൾ അത് R4 സ്ക്വയർ കണ്ടുപിടിച്ചു. ഇതിൽ നിന്ന് സിഗ്മ ആർ സ്ക്വയർ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഓരോ കേസിലെയും R1 R2 R3 R4 ചെയ്ത് ഇൻറ്റു 4 ചെയ്യണം. എന്തുകൊണ്ടാണ് ഇൻറ്റു 4 ചെയ്തിരിക്കുന്നത്? നമുക്ക് വേണ്ട ഓരോ R വാല്യൂവിൻ്റെയും സ്ക്വയറിന്റെ സമ്മേഷൻ ആണ്. അപ്പൊ നമ്മളിവിടെ ശരിക്കും 1, 2ലേക്കും 3ലേക്കും 4ലേക്കും മാത്രമേ വരച്ചിട്ടുള്ളൂ. അതായത് 4 ക്വാഡ്രന്റ് ഉള്ള ഒരു പോർഷന്റെ ഒരു ക്വാഡ്രന്റിലെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ആർ വാല്യൂസ്. ഇതേപോലെ താഴോട്ടുണ്ട്, ഓരോ പോയിന്റിലേക്കും 6 ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരെണ്ണത്തിന്റെ കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് സിഗ്മ ആർ സ്ക്വയർ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ വി ഗെറ്റ് സിഗ്മ ആർ സ്ക്വയർ വാല്യൂ കിട്ടി. ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് F2ന്റെ ഫോർമുലയിലേക്ക്. അങ്ങനെ F2 ഈസ് ഈക്വൽ ടു 34.149 എന്ന് നമുക്ക് വാല്യൂ കിട്ടുന്നു. അഗെയിൻ നമുക്ക് ആർ റിസൾട്ടന്റ് വാല്യൂ തൊട്ട് മുന്നേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നമുക്ക് ഷിയറും ഉണ്ട്, ടോർഷനും ഉണ്ട്. അപ്പോൾ അതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് അത് കണ്ടുപിടിക്കാനാണ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2 F1 F2 കോസ് തീറ്റ എന്ന ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ മാക്സിമം റിസൾട്ടന്റ് വരണമെങ്കിൽ കോസ് തീറ്റ വാല്യൂ ഷുഡ് ബി 1. അപ്പോൾ തീറ്റ ഷുഡ് ബി 0. രണ്ടും ഒരേപോലെ ആക്ട് ചെയ്താൽ ദ റിസൾട്ടന്റ് വിൽ ബി മാക്സിമം. അങ്ങനെ ആർ ഇസ് ഈക്വൽ ടു, അതായത് ഇതിന്റെ എല്ലാം ഫോഴ്സിന്റെ റിസൾട്ടന്റ് F1 ഷിയറിന്റെയും ടോർഷന്റെയും റിസൾട്ടന്റ് വാല്യൂ നമുക്ക് കിട്ടുന്നു 41.210 കിലോ ന്യൂട്ടൺ. ഈ ഫോഴ്സ് ഷുഡ് ബി ലെസ് ദാൻ ഇറ്റ്സ് കപ്പാസിറ്റി നമ്മൾ സ്ട്രെങ്ത് 45 ആണെന്ന് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ we can say that the connection is safe. If it was greater than 45, we could have said that the connection is unsafe. Okay, so this is all about type 1. ഇതൊരു typical type 1 കണക്ഷന്റെ പ്രോബ്ലം ആണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു.